അത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും രൂക്ഷമാവുകയാണ്. ലോസ് ആഞ്ചൽസിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുന്നതിന് വേണ്ടിയാണ് കുടിയേറ്റകാര്യ വകുപ്പ് അവിടെ ഒരു റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിന് പിന്നാലെയാണ് പ്രക്ഷോഭം തുടങ്ങിയത്. അപ്പോൾ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ട്രംപ് പ്രത്യേക ഗാർഡുകളെ നിയോഗിച്ചു. അതോടുകൂടി ഈ പ്രക്ഷോഭം കത്തിയാളുകയും ഇപ്പോൾ ഒരു കൈവിട്ട മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷം നടത്തുന്ന ഇത്തരം കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ലോസ് ആഞ്ചൽസിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഭാവി? ട്രംപ് അതിനെങ്ങനെയായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, എന്തു തോന്നുന്നു? ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ അത് അൺകൺട്രോൾഡായ രീതിയിൽ ആ പ്രക്ഷോഭം തുടരുമ്പോൾ ട്രംപിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അതൊരു അനിയന്ത്രിതമായ പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റില്ല. ഇത് കാലിഫോർണിയയിലാണ് ലോസ് ആഞ്ചൽസ് ഉള്ളത്. അപ്പോൾ ഈ കാലിഫോർണിയ സംസ്ഥാനം ഭരിക്കുന്ന ഡെമോക്രാറ്റുകളാണ്. അതൊരു ഡെമോക്രാറ്റ് സ്ട്രോങ് ഹോൾഡാണ്. അപ്പോൾ ട്രംപിൻ്റെ നേരത്തെയുള്ള വാഗ്ദാനമാണ് ഞങ്ങൾ ഈ പറയുന്ന കടലാസില്ലാത്തവന്മാരെയൊക്കെ പിടിച്ച് കയറ്റി വിടുന്നുള്ളത്. അത് ഇന്ന് തന്നെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ നിലത്ത് ചവിട്ടി വീഴ്ത്തി പുറകിൽ കൈവലം വയ്ക്കുന്നൊരു വിഷ്വൽ കണ്ടിരുന്നു. അതിലിപ്പോൾ ഇന്ത്യ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ, ട്രംപിനെ വിളിക്കുമോ ഒന്നും നമുക്കറിയില്ല. മുമ്പ് ചങ്ങലക്കിട്ട ആളുകളെ കൊണ്ടുവന്നപ്പോൾ പോലും നമ്മളതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പ്രധാനമന്ത്രി മോദിജി ട്രംപിനെ കണ്ടുപോൽ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കോലിളക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അതൊരു അമേരിക്ക മുഴുവൻ വൈഡ് സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാലിഫോർണിയയുടെ സംബന്ധിച്ച് കാലിഫോർണിയയ്ക്ക് ചില, ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിലെ സംസ്ഥാനങ്ങളിൽ പലതിനും പല നിയമങ്ങളാണ്. അതിൽ ഫെഡറൽ നിയമങ്ങളിൽ തന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ICE എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം, ആ വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമല്ല കാലിഫോർണിയ. അതിൻ്റെ പല വ്യവസ്ഥകളും അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചില ക്ലാഷസാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ലാഷസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ICEയുടെ റെയ്ഡിന് വേണ്ടിയിട്ട് ഫെഡറൽ പോലീസിനെ അവിടെ നിയോഗിക്കുന്നു. അതായത് സൈന്യം ഇറങ്ങുന്നു. അമേരിക്കയിലെ ഭാഷയിൽ, ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ സൈന്യം ഇറങ്ങുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു ഇമിഗ്രേഷൻ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്ന സംശയത്തെ തുടർന്ന് കേരളത്തിലെ പോലീസ് റെയ്ഡ് ഇറങ്ങുന്ന നമുക്ക് മനസ്സിലാവും. അത് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പട്ടാളം ഇറങ്ങുന്ന അവസ്ഥയോ CRPF ഇറങ്ങുന്ന അവസ്ഥ ആലോചിക്കുക. സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന സംസ്ഥാനം അതിന് എതിരായിട്ട് നിൽക്കും. സമാനമായ പ്രശ്നമാണ് അവിടെ ഉള്ളത്. അവിടെ കാലിഫോർണിയ ഗവർണറും അതുപോലെ ലോസ് ആഞ്ചൽസ് മേയറും അതിനെതിരെ ശക്തമായി രംഗത്തെത്തി. ഈ പട്ടാളത്തിറക്കിയുള്ള പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുമ്പോഴാണ് ഇതിനെതിരായിട്ടുള്ള റയട്ട് പോലെ, അതായത് ഒരു കലാപം പോലെ ഒരു സമരം അവിടെ ഉയർന്നു വരുന്നത്. കലാപം എന്ന് പറയാൻ കാരണം അവിടെ പോലീസ് വാഹനങ്ങൾക്ക് കല്ലെറിയുന്നു, കത്തിക്കുന്നു, വലിയ തോതിലുള്ള അക്രമങ്ങൾ നടക്കുന്നു, കൊള്ളയും കൊള്ളിവയ്പ്പും നടക്കുന്നു. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്, ട്രംപിനെ സംബന്ധിച്ച്, ട്രംപിൻ്റെ വോട്ട് ബാങ്കിനെ സംബന്ധിച്ച് അടിപൊളി പരിപാടിയാണ്. അതായത് ഈ ഇന്ത്യയിൽ പൗരത്വം ഇല്ലാന്ന് പറഞ്ഞ ആളുകളേക്ക് പിടിച്ച് കയറ്റിവിടുന്ന സീൻ, അത് ഭരണകൂടം തന്നെ എൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നോക്കൂ, ഇവന്മാരെയൊക്കെ ഞങ്ങൾ പുറത്താക്കിയെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ട് ബേസ് ശക്തമാക്കാൻ കഴിയും ട്രംപിനെ സംബന്ധിച്ച്. കാരണം ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും കുറഞ്ഞ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള പ്രസിഡൻ്റായിട്ട് ട്രംപ് ആദ്യത്തെ 100 ദിവസം തന്നെ മാറിയിരുന്നു. അപ്പോൾ അപ്രൂവൽ റേറ്റിംഗ് കുറയാൻ കാരണം മറ്റു പല കാരണങ്ങളാണ്. നമുക്കറിയാം, മസ്ക് വന്നു, മറ്റേ ഡോജ് വന്നു, ആളുകളെ പിരിച്ചുവിടുന്നു, ജീവനക്കാരെ പിരിച്ചുവിടുന്നു, അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളായിരുന്നു. അത് ഒരുവിധം പരിഹരിച്ചു. അവിടെ മസ്കിനെ പറഞ്ഞു വിട്ടു. ആ തലവേദന ഞങ്ങൾ ഒഴിവാക്കി. അവനൊരു പണി കൊടുക്കാനുള്ള, മസ്കിന് പണി കൊടുക്കാനുള്ള പണികൾ ട്രംപ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഒരു കാര്യത്തിൽ അദ്ദേഹം കുറേ കൂടി കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ഈ പട്ടാളത്തെ ഇറക്കിയ ആളുകളെ റെയ്ഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ അപ്രൂവൽ റേറ്റിംഗ് കൂടുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. തൻ്റെ വോട്ടർമാർ തന്നെ വീണ്ടും പിന്തുണയ്ക്കും എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കുറഞ്ഞു പോയ ജനപ്രീതി അവിടെ കൂട്ടും. പക്ഷേ അതേസമയം തന്നെ കുറച്ച് മിതവാദികളായ, മോഡറേറ്റുകളായ മനുഷ്യരുണ്ടല്ലോ, ഇപ്പോൾ ഡെമോക്രാറ്റിനും റിപ്പബ്ലിക്കൻസിനും ഒക്കെ മാറി മാറി വോട്ട് ചെയ്യുന്ന മിതവാദികളായ സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു അലമ്പ് കേസാണ്. അലമ്പ് കേസ് എന്ന് പറയാൻ കാരണം പട്ടാളത്തെ ഇറക്കുക, ആളുകളെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അതിന് വേറെ എക്കണോമിക്കലായിട്ടുള്ള ചില ഇമ്പാക്ട്സും ഉണ്ട്. അതിന് കാരണം ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് ട്രംപ് വിളിക്കുന്ന ആളുകളാണ് അമേരിക്കയിലെ ഷോപ്പുകളിൽ നിൽക്കുന്ന ജീവനക്കാർ, അമേരിക്കയിലെ കൃഷിത്തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന മനുഷ്യർ, അവിടുത്തെ ലേബറേഴ്സ്. ഇതിലെ ബഹുഭൂരിഭാഗവും ഈ പറയുന്ന ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. ഇവരെയൊക്കെ അങ്ങ് പിരിച്ചു കയറ്റിക്കൊണ്ട് എപ്പോൾ നടന്ന സംഭവവികാസങ്ങളോട് ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ സ്ഥാപനം ഉടമകൾ ഇത്തരം ആൾക്കാർ പണിക്ക് വയ്ക്കില്ല. പണിക്ക് വയ്ക്കാതാകുമ്പോൾ എന്താവും? അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കൂടും, കൃഷിപ്പണിക്ക് ആളുണ്ടാവില്ല, കടയിൽ നിൽക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അത് വലിയ തോതിലുള്ള കയോസ് സൃഷ്ടിക്കും. ഇതിന് രണ്ട് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഒന്ന്, അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ചില തിരിച്ചടികൾ ട്രംപിന് കിട്ടും. അതേസമയം തന്നെ ട്രംപിന് തൻ്റെ സപ്പോർട്ട് ബേസിൽ നിന്ന് കൂടുതൽ പിന്തുണ കിട്ടും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള
ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതിനർത്ഥം ട്രംപ് നാളെ താഴെ ഇറങ്ങുന്നു, ഈ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വരുന്നൊന്നുമല്ല. അത് കാലിഫോർണിയയിൽ മാത്രമുള്ള ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ലോസ് ഏഞ്ചൽസിൽ കാലിഫോർണിയ സംസ്ഥാനത്ത് മാത്രമുള്ള പ്രശ്നമാണ്. ഇനി അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിഷാദ്, ഈ ട്രംപിൻ്റെ ഈ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഒരു ഭാവി എന്താണ്? കുടിയേറ്റ വിരുദ്ധ നയങ്ങളെന്ന് വെച്ചാൽ അദ്ദേഹം സ്വീകരിക്കുന്നതിന് നമ്മൾ ഇവിടെ തന്നെ നമുക്കൊരു ഉദാഹരണങ്ങൾ കാണാൻ പറ്റുമല്ലോ. അതായത് ഈ അതിൻ്റെ ഒരു സംഗതി നേരത്തെ ജിംസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് വിങ് സെക്റ്റിനെ പ്രീതിപ്പെടുത്താനുള്ള നടപടികൾ എടുത്തു പോയി. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഭരണ നൈപുണ്യ വകുപ്പ് തന്നെ ഒഴിവാക്കേണ്ടി വരുന്നു. അതിൻ്റെ തലപ്പത്തുനിന്ന് മസ്കിനെ പറഞ്ഞു വിടുന്നു. അദ്ദേഹം ലോകത്തെ പല രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന എന്താ പറയുന്നത് വ്യാപാര കരാറുകൾക്ക് പലതരത്തിലുള്ള തിരിച്ചലുണ്ടാകുന്നു. അദ്ദേഹം മൊത്തത്തിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സായിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ലോകത്ത് 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100 ദിവസത്തിനിടയ്ക്ക് ഇത്രയും റേറ്റിംഗ് കുറഞ്ഞ ഒരു പ്രസിഡന്റ് അദ്ദേഹം മാറുന്നത്. സോ അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഗിമ്മിക്ക് ഇറക്കേണ്ടി വരും. ഇവിടെ നമ്മൾ കാണുന്നില്ലേ, ഇവിടെ നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെയും സർക്കാരിൻ്റെ എഫിഷ്യൻസി ഇഷ്യൂസിനെയും കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഡിബേറ്റ് സംഗതിയിൽ കൊണ്ടുവരില്ലേ. അതുപോലെ അവിടെയും കർക്കശമായ നടപടികളുമായി ഇറങ്ങുന്നു. ഒരു കാര്യമില്ലാതെ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നു. അതിൻ്റെ പേരിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പോൾ നോക്കൂ, അതിൻ്റെ ഒരു എക്സ്ട്രീം പോയിട്ടാണ്. ഒരു കാര്യമില്ലാതെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളെ പിടിച്ച് കമഴ്ത്തി കിടത്തി, എന്താണ് നേരത്തെ ശ്വാസം പിടിച്ച് കൊന്നല്ലോ ഒരാളെ, അതിന് സമാനമായി പിടിച്ച് കെട്ടിയിട്ട് മുഖം വരച്ച് കൊണ്ടുപോവാണ് ഇന്ത്യക്കാരനായ ഒരാളെ. അപ്പോൾ മാക്സിമത്തിലേക്ക് പോകണം. യെസ്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് വരുന്ന 12 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഭീകരവാദം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അപ്പം ഒരുതരം അപരന്മാരെ സൃഷ്ടിക്കുക ആദ്യം ചെയ്യുക. അവ നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ഒരു പ്രൈഡിൻ്റെ ശത്രുക്കൾ, നമ്മുടെ വളർച്ചയുടെ സമൃദ്ധിയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ കുറേ ആൾക്കാരെ സൃഷ്ടിക്കുക. എപ്പോഴും ആ ഡിവൈഡ് നിലനിർത്തുക, അവർക്കിടയിലുള്ള വൈരം നിലനിർത്തുക എന്ന് പറയുന്ന സംഗതിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം എങ്ങനെ തൻ്റെ ജനപ്രീതി നിലനിർത്താം എന്ന ആശയം പ്രവർത്തിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ സമരം ചെയ്യുന്ന ആളുകളും ഈ കുടിയേറ്റക്കാരെ എഫക്റ്റഡ് പാർട്ടീസ് മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സിറ്റിസൺസും ഈ സമരത്തിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് എല്ലാം കൂടെ തീരുമാനിക്കേണ്ട, ഇയാൾ ഒറ്റയ്ക്ക് കുറേ ആൾക്കാരെ പുറത്താക്കേണ്ടതില്ല, സൗഹൃദം, മാനവികത പോലുള്ള ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന അമേരിക്കൻ സംഘടനകൾ പോലും ഈ സമരത്തിൻ്റെ ഭാഗമായി ചേരുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ കുറേ കുടിയേറ്റക്കാർ അവിടുന്ന് കുഴപ്പമുണ്ടാക്കുന്ന മട്ടിലല്ല കാണുന്നത്. ട്രംപിൻ്റെ നയങ്ങളോട് വിയോജിക്കുന്ന ആളുകൾ അവിടെയുണ്ട്, അമേരിക്കകത്തുണ്ട്. അമേരിക്ക പുറത്ത് യുദ്ധം ചെയ്യുമ്പോൾ അതിനകത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തുന്ന ആൾക്കാരുള്ള നാട് കൂടിയാണ്. ഇന്ത്യയിലാണെ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്വഭാവം അതിനുണ്ട്. അതെന്തായാലും ആ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആഭ്യന്തരമായ അതിൻ്റെ ദൃഢതയെ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അത്ര വലുതാവും ചോദിച്ചാലില്ല. അതൊരു കാഴ്ച കാണേണ്ട കാര്യം, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അമേരിക്കക്കാർക്കിടയിൽ ഒരു ഭീകരമായ വെറുപ്പും വിദ്വേഷവും അപരത്വവും കുത്തിവെക്കാൻ അവിടുത്തെ ഭരണകൂടം പണിയെടുക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യക്കാരനായ ഒരു മനുഷ്യനെ, ചെറുപ്പക്കാരനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ച ഭയങ്കര വേദനാജനകമായ കാഴ്ചയാണ്. അത് ഇന്ത്യൻ എംബസി അതുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചിട്ട് പിറ്റേന്ന് എംബസി പ്രതികരിച്ചിട്ടുണ്ട്. എംബസി പറഞ്ഞത് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടു, ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എംബസി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് 3 വരി മാത്രമേ ഉള്ളൂ. എന്തിനാണല്ലേ പറഞ്ഞു വിട്ടത്? അയാളെ ഇങ്ങനെ എന്തിനാണ് ഹ്യൂമിലിയേറ്റ് ചെയ്തത്? എന്താണ് ഇന്ത്യൻ പൗരനെ അധിക്ഷേപിച്ചത് പോലെ കാര്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനേക്കാളും മോശം മാതൃകയിലാണ് ഇന്ത്യക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഡീപ്പോർട്ട് ചെയ്ത് കളഞ്ഞത്. ഇന്ത്യക്കൊരു മറുപടിയും പറയേണ്ടതില്ല. സ്വന്തം പൗരന്മാരെ ഇങ്ങനെ മോശമായി ഒരു രാജ്യം, മൈ ഫ്രണ്ടെന്ന് അവകാശപ്പെടുന്ന, ദൃഢബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യം ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് നമ്മുടെ പൗരൻ്റെ അഭിമാനബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വർത്തമാനം പറയാൻ പറ്റുന്നില്ല എന്നാണ് കാണേണ്ട കാര്യം. അത്രയും നിരാശാജനകം. അമേരിക്കക്കകത്ത് പോലും ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ആ നിലയ്ക്ക് ശുഭകരമായ ഒരു കാര്യമാണ്. അതൊന്നും എവിടെ എത്താനൊന്നും പോകുന്നില്ലെങ്കിൽ കൂടി അത് ഒരു ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി ഉള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണത്. എന്തായാലും ഇപ്പോൾ കാണുന്ന ഈ പ്രക്ഷോഭ ചൂട് ഇത്തരം നയങ്ങൾ, കുടിയേറ്റ വിരുദ്ധ നയങ്ങളിൽ നിന്ന് പിന്മാറാൻ ട്രംപിനെ പ്രേരിപ്പിക്കുമോ? അതല്ല, ട്രംപ് അവഗണിച്ച് മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം.